Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മറ്റൊരു ആഘോഷ നാളുകൾക്ക് കൂടി ഒരുങ്ങുകയാണ് കാഞ്ഞൂർ ഗ്രാമം. വിളിച്ചുവിളികേട്ട വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ ജനുവരി 17 മുതൽ 20 വരെ ആഘോഷിക്കും. 1001 സ്ഥാപിതമായ കാഞ്ഞൂർ പള്ളി കേരളത്തിലെ തന്നെ അതിപുരാതനമായ കത്തോലിക്ക ദേവാലയങ്ങളിൽ ഒന്നാണ്. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിലുള്ളതാണ് ദേവാലയമെങ്കിലും വിളിച്ചുവിളികേട്ട കാഞ്ഞൂർ പുണ്യവാന്റെ സാന്നിധ്യമാണ് സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തെ പ്രസിദ്ധമാക്കുന്നത്. വാസ്തുശില്പവിദ്യയും പേർഷ്യൻ നിർമ്മാണ ശൈലിയും പോർച്ചുഗീസ് ശില്പചാതുര്യവുമെല്ലാം കാഞ്ഞൂർ പള്ളിയുടെ മാത്രം സവിശേഷതയാണ്. അതിനാൽ തന്നെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യദേശങ്ങളിൽ നിന്ന് പോലുമുള്ള നിരവധി വിശ്വാസികളാണ് കാഞ്ഞൂരിലേക്ക് എത്തിച്ചേരുന്നത്. ഈ വർഷത്തെ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാളിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിഖ്യാതമായ കാഞ്ഞൂർ സെന്റ് സെബാസ്റ്റ്യൻ തിരുനാൾ, അതിനെക്കുറിച്ച് മാനവകരെ മുഴുവനും അറിയിക്കുന്നതിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുന്നവർ നിങ്ങളെല്ലാവരുമാണ്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നെത്തുന്ന തിരുനാൾ ആഘോഷമായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കോൺഫറൻസിലൂടെ നിങ്ങളെ അറിയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് കൂടിയാണ് ഇന്നിങ്ങനെ ഒരു യോഗം വിളിക്കാൻ ഇടവന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പള്ളി സ്ഥാപിതമായിട്ട് 1025 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. AD 1001 ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. 1025 വർഷം കത്തോലിക്ക സഭയിൽ വലിയൊരു ജൂബിലി ആയിട്ട് മാർപ്പാപ്പ ഈ അടുത്തിടയിൽ ക്രിസ്മസ് ദിനത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ 1025 വർഷം കാഞ്ഞൂർ പള്ളിയെ സംബന്ധിച്ചിടത്തോളവും അത് വലിയൊരു ജൂബിലിയുടെ അവസരമാണ്. ഇപ്പോൾ ജൂബിലി വർഷത്തിലെ തിരുനാൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടാടാൻ പോവുക. കാഞ്ഞൂരിൻ്റെ തിരുനാൾ ആഘോഷത്തെക്കുറിച്ച് നിങ്ങളൊക്കെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ളതും ഇതിനകം തന്നെ പലതുമൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രക്ഷേപണം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുണ്യാളിനെ കുറിച്ച് എപ്പോഴും നമ്മൾ വിശേഷാൽ കേൾക്കുന്ന ഒരു പദം വിളികേട്ട പുണ്യവാൻ എന്നാണ്. അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള സത്യം എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ടിപ്പു സുൽത്താൻ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ അമ്പലങ്ങളും ദേവാലയങ്ങളും പള്ളികളും ഒക്കെ നശിപ്പിച്ചിരുന്ന ഒരു കാലത്ത് ടിപ്പുവിൻ്റെ സൈന്യം വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഇവിടെയുള്ള അന്നത്തെ ക്രൈസ്തവരെല്ലാവരും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു, പുണ്യാള ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് പേര് ടിപ്പു സുൽത്താനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന പുണ്യവാനാണ്, ആക്രമിക്കാതെ പോകണമെന്ന് തൻ്റെ കീഴിലുള്ളവരൊക്കെ അദ്ദേഹത്തെ ഒന്ന് നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം നേരിട്ട് പറഞ്ഞു, പുണ്യാളിന് അത്ര സിദ്ധിയുള്ള ആളാണെങ്കിൽ എന്നോട് നേരിട്ട് സംസാരിക്കട്ടെ, അപ്പോൾ ഞാൻ വേണ്ട പോലെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ജനം മുഴുവനും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പുണ്യാളിൻ്റെ രൂപത്തിൽ നിന്ന് തന്നെ വലിയൊരു ശബ്ദം ഉണ്ടായി, എന്നെ ഇവിടെ ഇരുത്താൻ അനുവദിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം ഇത് മുഴങ്ങിയതായിട്ടാണ് പരമ്പരാഗതമായിട്ട് വിശ്വസിച്ച് പോരുന്നത്. അതിന് പേരിൽ ടിപ്പു സുൽത്താൻ ഈ പള്ളി ആക്രമിക്കാതെ പോയി എന്നും പിന്നീട് ശക്തൻ തമ്പുരാൻ നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ കോവിലകത്ത് ജനിച്ച് വളർന്ന ശക്തൻ തമ്പുരാൻ ഈ പള്ളിയെ ചെറിയ തോതിൽ ആക്രമിക്കാനായിട്ടുള്ള നീക്കം നടത്തിയപ്പോൾ, അതിൻ്റെ പടിപ്പുര പൊളിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ അതേ സമയത്ത് തന്നെ അമ്പലത്തിൽ പടിപ്പുര ആന നേരിട്ട് പൊളിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായതായിട്ടും അങ്ങനെ ആ ഉദ്യമത്തിൽ നിന്ന് ശക്തൻ തമ്പുരാൻ മാറുകയും ഇവിടുത്തെ ആളുകളുടെ വിശ്വാസവും ഭക്തിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ആന വിളക്ക് ഈ ദേവാലയത്തിന് സമ്മാനമായി നൽകുകയും അതോടൊപ്പം തന്നെ ഈ പള്ളി ഇരിക്കുന്ന പ്രധാന സ്ഥലങ്ങളൊക്കെ കരമൊഴിവാക്കി പള്ളിക്ക് പതിച്ചു തരികയും ചെയ്ത ചരിത്രമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പല രംഗങ്ങളിലും ഈ ദേവാലയം ഒരുപാട് വിശ്വാസികളുടെ, അത് കത്തോലിക്കരുടെ മാത്രമല്ല നാനാജാതി മതസ്ഥരുടെ മനസ്സുകളിൽ ഇടം തേടിയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പുണ്യാളിനോട് പ്രാർത്ഥിച്ച് ആ അനുഗ്രഹങ്ങൾ നേടി തൃപ്തിയടഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ സമാശ്വാസത്തോടെ മടങ്ങിപ്പോകുന്ന കാഴ്ച വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളത് നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാഞ്ഞൂരിൻ്റെ ഒരു പശ്ചാത്തലം. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാനുണ്ട്. മുഴുവൻ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ സമയമില്ലാത്തത് കൊണ്ടും വിശദീകരിക്കുന്നില്ല. തിരുനാളിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. അതിനുവേണ്ട എല്ലാ ഒത്താശകളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒരുപാട് 50 അംഗ കമ്മിറ്റി ഇതിനുവേണ്ടി പ്രവർത്തന നിരതമാണ്. ജനുവരി 17 രാവിലെ 9 മണിക്ക് തിരുനാളിന് കൊടികയറും. ജനുവരി 20 തിരുനാൾ ദിനം. രാവിലെ 9:45 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിപിൻ കുരിശുതറ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രദക്ഷിണങ്ങളിലൊന്നായ കാഞ്ഞൂർ അങ്ങാടി പ്രദക്ഷിണം ആരംഭിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാകും തിരുനാൾ ആഘോഷങ്ങളെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. തിരുനാളിനോടനുബന്ധിച്ചുള്ള കൊടിയേറ്റ് 19-ാം തീയതി ജനുവരി 17-ാം തീയതി രാവിലെ 9 മണിക്കാണ് കൊടിയേറ്റ്. കൊടിയേറ്റിന് ശേഷം ചരിത്രപ്രസിദ്ധമായ ശക്തനമ്പുരാൻ കൊടുത്ത ആനവിളക്ക് പള്ളി ചുറ്റി തൂക്കുന്നു. അതിനുശേഷം വിശുദ്ധ കുർബാനയും നൊവേനയും നടത്തുന്നു. തിരുനാളിനോടനുബന്ധിച്ചുള്ള കപ്പേളയിലെ കച്ചേരിപ്പടിക്കുള്ള കാഞ്ഞൂര് ജംഗ്ഷനിലുള്ള കപ്പേളയിലെ നൊവേന ജനുവരി 10-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടി വിശുദ്ധ കുർബാനയോടുകൂടി തുടങ്ങുന്നു. 18-ാം തീയതി കപ്പേളയിലെ നൊവേന സമാപിക്കുന്നു. അന്ന് കാലടി കാഞ്ഞൂര് ശ്രീമൂലകരം ഭാഗത്തുള്ള എല്ലാ വാഹന ഉടമകളും തൊഴിലാളികളുമാണ് അന്ന് വാഹനങ്ങൾ വെഞ്ചരിക്കുകയും പ്രദക്ഷിണമായിട്ട് 3 മണിക്ക് പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് ഇറങ്ങി ആ പ്രദക്ഷിണത്തിന് ശേഷം വാഹനങ്ങൾ വെഞ്ചരിക്കുകയും തുടർന്ന് ദിവ്യബലിയും നൊവേനയും തുടർന്ന് എല്ലാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി അമ്പ് പള്ളിയിലേക്ക് തിരിച്ചു കയറുകയാണ് 18-ാം തീയതിയിലത്തെ നൊവേനയുടെ സമാപനം. പിന്നെ നമ്മുടെ 20-ാം തീയതി രാവിലെ 9:45 തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ശേഷമാണ് ചരിത്ര പ്രസിദ്ധമായ അത്ഭുതങ്ങൾ നേർക്ക് കാണുന്ന നമ്മുടെ തിരുനാൾ പ്രദക്ഷിണം ഇറങ്ങുന്നത്. അത് 3 മണിക്കൂറാണ്. 12 മണിക്ക് ഇറങ്ങിയിട്ട് 3 മണിക്ക് തിരിച്ചു കയറണം. തുടർന്ന് നമ്മൾ വൈകിട്ട് പള്ളി ചുറ്റിയ സമാപന പ്രദക്ഷിണം 6:30 1.5 മണിക്കൂർ നീണ്ടുന്ന സമാപന പ്രദക്ഷിണം. അതോടുകൂടിയാണ് നമ്മുടെ തിരുനാളിൻ്റെ കർമ്മങ്ങൾ തീരുന്നത്. പിന്നീട് 26-ാം തീയതി പുണ്യാള 8-ാമട ദിവസമാണ്. 26, 27, 26-ാം തീയതി 9:30 വിശുദ്ധ കുർബാന. തുടർന്ന് വൈകിട്ട് 6:30 പള്ളി ചുറ്റി പ്രദക്ഷിണം. അതുപോലെ തന്നെ 27-ാം തീയതി 10 മണിക്ക് തിരുനാൾ പാട്ട് കുർബാന. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പള്ളി ചുറ്റി പ്രദക്ഷിണം. 1 മണിക്കൂർ നീളുന്ന സമാപന പ്രദക്ഷിണം. അങ്ങനെയാണ് തിരുനാളിൻ്റെ കർമ്മങ്ങൾ. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ, തിരുനാൾ കൺവീനർ TD റോബർട്ട്, പള്ളി കൈക്കാരന്മാരായ ജോസ് പാറയ്ക്ക, ജോസി കോഴിക്കാടൻ, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ ജോസഫ് പടയാട്ടി, ജിജു കല്ലുങ്ങ, വൈസ് ചെയർമാൻ ഡേവിസ് വരേക്കുളം, സെബിൻ പുത്തൻപുരയ്ക്കൽ, ദിബിൻ പാലാട്ടി, പബ്ലിസിറ്റി കൺവീനർ ഔസേപ്പ് ജോഷി, ജോയിന്റ് കൺവീനർ ഡിബിൻ ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ശക്തനമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കേരളത്തിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഒരു സമർപ്പണം നടത്തി അല്ലെങ്കിൽ കാണിക്ക വെച്ചത് നമ്മുടെ കാഞ്ഞൂർ പള്ളിയിൽ മാത്രമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ശക്തനമ്പുരാൻ തൃശ്ശൂർ പൂരം വിഭാവനം ചെയ്തത് എന്നുള്ളൊരു ഐതിഹ്യം കൂടിയുണ്ട്. അത് എത്ര ആൾക്കാർക്ക് അറിയാം എന്നുള്ളത് ഇപ്പൊ നമുക്കറിയില്ല. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു ശക്തനമ്പുരാന് കിട്ടിയ ഒരു പ്രചോദനം കാഞ്ഞൂർ പുണ്യാളം കാണിച്ചു കൊടുത്തതാണ്. അതുപോലെ തന്നെ അറിയാം, നമ്മുടെ ഓരോ ദേവാലയങ്ങളിലും നേർച്ച കാഴ്ചകളായിട്ട് ഒത്തിരി സ്വർണങ്ങൾ കിട്ടുന്നുണ്ട്. പുണ്യാളുടെ കഴുത്തിൽ അണിയിക്കാനായിട്ടും അല്ലെങ്കിൽ ഏത് അമ്പലത്തിലായാലും നേർച്ചയായിട്ട് കാണിക്കാനായിട്ട് കിട്ടാറുണ്ട്. നമ്മുടെ പുണ്യാളിന്റെ കഴുത്തിലും അല്ലെങ്കിൽ പുണ്യാളിന് ഒത്തിരി സ്വർണ്ണാഭരണങ്ങളൊക്കെ കിട്ടാറുണ്ട് എല്ലാ വർഷവും. പക്ഷെ നമ്മൾ പുണ്യാളിന്റെ കഴുത്തിൽ 19-ാം തീയതി ഒരു മാല മാത്രമാണ്, ഒരു നെക്ലസ് മാത്രമാണ് അണിയിക്കാറുള്ളൂ. അതൊരു മുസ്ലിം സഹോദരൻ കൊടുത്താണ്. അദ്ദേഹത്തിന് ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കിട്ടിയതിന് അദ്ദേഹം സമർപ്പിച്ച, അപ്പൊ അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിക്കണില്ല, സമർപ്പിച്ച ഒരു നെക്ലസ് മാത്രമാണ് പുണ്യാളിന്റെ കഴുത്തിൽ നമ്മൾ തിരുനാളായിട്ട് അണിയുന്നുള്ളൂ. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.